എടാ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഇവിടെ മൈനിൽ പോയിട്ട് കണ്ടില്ലേ, മാർക്കറ്റിംഗ്, സ്പെഷ്യൽ ഹാംസ്റ്റർ, ട്രേഡിംഗ് ബോട്ട്, ഈ മൂന്നെണ്ണമാണ് അപ്ഡേറ്റ് ചെയ്യാൻ ഇന്നത്തെ. അപ്പോൾ നീ ഇത് അപ്ഡേറ്റ് ചെയ്താൽ ഈ മാർക്കറ്റിംഗ്, ഇതിൻ്റെ ഈ മാർക്കറ്റ് ഇവിടെ 4 ടൈപ്പ് ഉണ്ടല്ലേ, ഇവിടെ അങ്ങനെ 4 ടൈപ്പ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് തോന്നുന്നു മാർക്കറ്റ്സിലുള്ളതുകൊണ്ട് മാർക്കറ്റിംഗ്, പിന്നെ മാർക്കറ്റിംഗ് അവിടെ ടീമിൽ നോക്കുക. മാർക്കറ്റിംഗ് ഇതൊന്ന് ടാപ്പ് ചെയ്ത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ 1551 കോയിൻ കൊടുക്കുമ്പോൾ 86 കോയിനെ കിട്ടുള്ളൂ. പ്രോഫിറ്റ് പെർ അവർ അത്രേ കൂടുള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ 1550, അപ്പോൾ അത് അത്ര പ്രോഫിറ്റബിൾ അല്ല, അത്ര ലാഭമല്ലല്ലോ. അപ്പോൾ അതിന് നല്ല പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും. അതേപോലെ ഇനിയിപ്പോൾ സ്പെഷ്യൽ ഹാംസ്റ്റർ കോൺഫറൻസ്, അത് ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ഹാംസ്റ്റർ ഇത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇതിൻ്റെ ഫണ്ടില്ല, അപ്പോൾ പിന്നെ വലിയ എമൗണ്ടാണ്, അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുക. ചിലപ്പോൾ അങ്ങനെ ഈ 3 കാർഡ് ഉണ്ടല്ലോ, ഈ 3 കേട്ടോ. പിന്നെ ട്രേഡിംഗ് ബോട്ട് എനിക്ക് തോന്നുന്നു മാർക്കറ്റ്സിൽ തന്നെ വാങ്ങുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ ചിലപ്പോൾ ഇതൊന്നും ഓപ്പൺ ആവില്ല. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ എൻ്റെ ഓപ്പൺ ആയിട്ടുണ്ട്, ഇതെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ആൻറ്റി ഹാക്കിംഗ് ഷീൽഡ്. അപ്പോൾ ഇത് ലോക്ക്ഡ് ആണ്. ഇത് ഓപ്പൺ ആവണമെങ്കിൽ QA ടീം ലെവൽ 5 ആക്കണം. അപ്പോൾ QA ടീം ഇതാണ്. അപ്പോൾ ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ അത് ഓപ്പണായി. കണ്ടോ, അത് ഓപ്പണായില്ലേ. പിന്നെ ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ ഇതിങ്ങനെ ഇവിടെ 321 പെർ അവർ. അത് നോക്കണ്ട, ഇത് നോക്കിയിട്ട് ഇവിടെ ഉണ്ടല്ലേ 4000 കൊടുത്താൽ 123 കിട്ടും. അപ്പോൾ അത്ര ലാഭമല്ല. ഏറ്റവും ലാഭമുള്ള കൂപ്പൺസ് ഏതൊക്കെ വെച്ചാൽ ഇത് ഭയങ്കര ലാഭമാണ്. അല്ല, ഇതല്ല, വേറെ ഒന്നും ഉണ്ടായിരുന്നല്ലോ. ലീഗലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ലൈസൻസ് ഇൻഡോനേഷ്യ ഭയങ്കര ലാഭമാണ്. വെറും 1,50,000 കൊടുത്തിട്ടുണ്ടെങ്കിൽ 6.12 6000K അല്ല 6K എന്ന് പറയുമ്പോൾ 6000 കോയിൻസ് കയറും ഒറ്റയടിക്ക്. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ എൻ്റെ എത്രയുണ്ട് ഇപ്പോൾ 698K ഉണ്ട്. അതായത് 6,98,000 പെർ അവർ. പിന്നെ മറ്റേ ഡെയിലി കോംബോ എവിടെ കിട്ടുമെന്ന് വെച്ചാൽ ഇവിടെ തന്നെ മൈൻഡിൽ വരിക. അപ്പോൾ ഇവിടെയാണ് ഇങ്ങനെ എൻ്റെ 3 ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അതിങ്ങനെ മാർക്കറ്റിംഗ് ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഓരോന്നോടെ ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് അവസാനം 5 മില്യൺ കിട്ടും, അതായത് 50 ലക്ഷം കോയിൻ കിട്ടും. പിന്നെ കോയിൻസ് ഇപ്പോഴും ഞാൻ ഫുള്ള് കോയിൻസ് എന്താ ചെയ്യുക വെച്ചാൽ ഞാൻ ഫുള്ള് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിലാണ് കാര്യം എന്നാണ് പറയണത്. പിന്നെ ഡെയിലി സൈഫർ, അത് ഇവിടെ 1, 2, 3 പ്രാവശ്യം അവർക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഇന്നത്തെ സൈഫർ ഫോർക്കാണ്. ഫോർക്ക് എന്നു വെച്ചാൽ ടാപ്പ് ചെയ്യുക, അപ്പോൾ 2 ടോട്ടായി. പിന്നെ ലോങ് പ്രസ് ചെയ്യുക, ഒരു ടാപ്പ് ചെയ്യുക, അപ്പോൾ F കിട്ടും. പിന്നെ ഡാഷ് അങ്ങനെ അത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഫോർക്ക് എന്നുള്ള വീട് അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കി കിട്ടും. അപ്പോൾ ഇവിടെ 3 പ്രാവശ്യം ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഡോട്ട് ഡോട്ട് ഇവിടെ F വരും. ഇതിൻ്റെ ഓൾറെഡി ചെയ്ത കാരണം അത് വരാത്തതാണ്. പിന്നെ ഡാഷ് ഫോർക്ക് എന്നാണ് വീട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഡോട്ട് ഡാഷ് അടിച്ച് F വരും. പിന്നെ 3 ഡാഷ് അടിക്കുക, അതായത് 3 പ്രാവശ്യം അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ O വരും. പിന്നെ 6K, അത് ഇതിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഡെയിലി സൈഫർ ഫോർ ടുഡേ, ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഡെയിലി സൈഫർ ഫോർ ടുഡേ അതിനടിച്ച ഇന്നത്തെ കിട്ടും. ഫോർക്ക് എന്നാണ് ഇന്നത്തെ. ഇതാണ് ഇന്നത്തെ 3 കൂപ്പൺ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. ഇത് ക്വസ്റ്റ്യൻ മാർക്കാവും. നമ്മൾ കണ്ടുപിടിച്ച് ഇതാക്കിയിട്ട് ഇതിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ച വീഡിയോ ഒക്കെ കിട്ടിയ കാരണം ഡയറക്റ്റ് നമുക്കിത് ഓപ്പൺ ചെയ്യാം. പിന്നെ ഇതിൽ വേറെ ഇവിടെ ഇതൊക്കെ ജോയിൻ ടെലഗ്രാം ചാനലൊക്കെ ജോയിൻ ചെയ്ത 5000 രൂപ കിട്ടും. പിന്നെ ഡെയിലി റിവാർഡ് ഉണ്ട് കേട്ടോ, അതാണ് മെയിൻ കാര്യം. ഇത് ഡെയിലി കളക്ട് ചെയ്യുക. ഡെയിലി വിടാണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 10ാം ദിവസം 5 മില്യൺ കിട്ടും. ഓരോ ദിവസവും ഡെയിലി കളക്ട് ചെയ്ത് പോകണം, ഡെയിലി റിവാർഡ്. ഓക്കെ.